ഹലോ ഗായ്സ്, ഇത് നമ്മൾ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെയൊക്കെ കൂട്ടുകാരൻ്റെയൊക്കെ അവിടെ വൽക്കെട്ടുണ്ട് കേട്ടോ. വൽക്കെട്ട് അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. കായലിൻ്റെ അവിടെ ഒരു കെട്ടുണ്ട്. അപ്പോൾ അവർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഒരു മാസത്തിൽ ഇങ്ങനെ ഇറങ്ങുമോ, ഇത്ര മന്ത് കൂടുമ്പോൾ ഇറങ്ങുമോ ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വരണമാണ് കരിക്കൻ. അപ്പോൾ ഇവൻ ഈ കായലിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ പരിപാടിയൊക്കെ എല്ലാം അറിയാം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കാൽച്ചടിക്ക് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് നല്ല ധാരണ ഉണ്ടാവും കേട്ടോ. നമുക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഴങ്ങൾ വരെ അവന്മാർക്ക് അറിയാം. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മീൻ വല്ലത്തിൽ നിന്നും അതുപോലെ തന്നെ ഈ കെട്ടിൽ നിന്നൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വിഷ്ണു കൂടിയാണ് പോയത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ വള്ളത്തിൽ കയറുന്ന ഫസ്റ്റ് ടൈമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം പേടിയാണ്. അതുപോലെ തന്നെ എനിക്ക് നീന്താൻ അറിയില്ല കേട്ടോ. അതാണ് എൻ്റെ പേടിയായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ അവിടെ കായലുണ്ടെങ്കിലും നമ്മൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെ വള്ളത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി വലുതായ സമയത്തൊക്കെ നമുക്ക് റോഡുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വള്ളത്തിൽ കടത്ത് കയറിയൊന്നും അക്കരയ്ക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ അവൻ്റെ ശരിക്കും പേര് എനിക്ക് അറിയില്ല, ഇരട്ടപ്പേരുകളൊക്കെയാണ് എനിക്കറിയാവുന്നത്. മാൻഡ്രൂവിൻ്റെ ഒരു സ്ഥലമാണ്. അവിടെ തന്നെയാണ് ഇവർ കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ മറച്ച് കെട്ടി വെച്ചേക്കാണ് മീൻ പോകാതിരിക്കാൻ വേണ്ടി. നമ്മൾ ചില വല്ലം, അത് തന്നെ ഞങ്ങളിവിടെയൊക്കെ അങ്ങനെ കേട്ടോ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വല്ലം കെട്ടുന്ന പോലെ തന്നെ ഇങ്ങനെ കെട്ടാണത്. അതിങ്ങനെ എല്ലാ സൈഡിൽ നിന്നും കവർ ചെയ്ത് നെറ്റിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇവനാണ് എനിക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കേട്ടോ. എല്ലാ കാര്യങ്ങളെ പറ്റിയും അവന് നല്ല ധാരണ. അവൻ്റെ വീട് എൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് വന്നില്ല, അവനാണ് മാൻഡ്രു, ഇവൻ്റെ സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അവരെപ്പോഴും ഇങ്ങനെ മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഡീറ്റെയിൽ. ആദ്യം വല അതല്ല, ഇത് ആദ്യം ഇടണത്തോട്ട് പറ. 6 മാസം മുമ്പായിട്ടാണ് ഇതൊരു 2 മാസം മുമ്പ് 2 മാസം മുമ്പേ കുറ്റി നമ്മൾ ഒരു കമ്പിട്ടിട്ട് ഈ ചുള്ളിയിടും പന്നക്കെട്ടൊക്കെ ഇടും. അത് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി മാത്രമല്ല പുറത്തിടാൻ പറ്റത്തില്ല. ഇത് പിന്നെ അത് കഴിയാത്ത ചീഞ്ഞതൊക്കെ അതിനകത്ത് നമ്മളൊരു മീനിൻ്റെ സെറ്റപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് വല വളച്ച് കമ്പൂത്തി അത് കഴിയാൻ നേരത്ത് നമ്മൾ അതിനകത്ത് ചുള്ളി എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. മീൻ പിടുത്തലായിട്ട് പോകണമെങ്കിൽ കരിപ്പിടിക്കാൻ തേങ്ങ ഉണ്ട് തലക്കെട്ടടിക്കുക. നമ്മൾ ചെന്നപ്പോഴേക്കും അവന്മാരെ സൈഡിൽ നിന്നാണ് കേട്ടോ ഇട്ട് പോയത്. അപ്പോൾ കാലെന്തോ വലയിൽ താഴ്ത്തി അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കരിക്കൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ അറ്റത്ത് തൊട്ട് ഈ അറ്റം വരെ 2 സൈഡിൽ നിന്നും 2 പേര് പിടിച്ചാണ് ഈ വല കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഇവർ കുറേ പായലും ചെളിയും എല്ലാം മാറ്റിയതിന് ശേഷം അതിനകത്ത് മീനുകൾ ഉണ്ടാവുമെന്നാണ് ഇവന്മാർ പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതിനെപ്പറ്റി ഈ കരിക്കനാണ് കൂടുതലായിട്ട് പറയുന്നത്. അവനാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. ഇനിയിപ്പോൾ ഇത് കുടഞ്ഞിടുവാ ഇങ്ങോട്ട് പായലല്ലേ? ഇതിനകത്ത് മീനുണ്ടാക്കും. ഇത് പലകുടാനുള്ള മീനാണ്, ചെള്ളകയറ്റുന്ന മീനാണ്. അതിനകത്ത് നമുക്ക് കുറച്ച് മീൻ എടുപ്പല്ലേ. അടി അണ്ണാ വെള്ളമൊന്നും വലിക്കാതെ സംസാരിക്കാൻ എനിക്കില്ല. ഇത് എന്നാടാ കരിമീൻ ഇതിന്റെ അടിയിലുണ്ട്. ഇനി കരിമീൻ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് അടിമുട്ടിക്കാതെ വലിച്ചതാണ്. കരിമീനെ വന്നിട്ടില്ല, വള്ളത്തേട്ടും ഇത് 3 രൂപ കുഞ്ഞ്, ഇത് 5 രൂപ കുഞ്ഞ്. എന്തെങ്കിലും പ്രത്യേകം ഇച്ചിരി വലിപ്പത്തില് തന്നെ. അതായത് കൂടെ നേരം നമ്മൾ 1 2 ഇത് കാലം ചെന്നു കയ്യിലെടുത്ത് കാണിക്കുന്നു. ഇത് കാലം ചെന്നു. ഇത് എങ്ങനെയാണ് കിലോ? ഇത് കിലോ എങ്ങനെയാ വെച്ചാൽ മാർക്കറ്റിൽ 200 രൂപ. ഇപ്പൊ വില കുറവല്ലേ, ഇപ്പൊ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല വിലയുണ്ട്. പിന്നെ കടച്ചെമ്മീന് കഴിഞ്ഞത് 1 കിലോ 100 രൂപക്കാണ് കടപ്പുറത്തിട്ട് വിൽക്കണം. കാൽച്ചെമ്മീന് നല്ല വിലയുണ്ട്.
നമ്മുടെ നാട്ടിൽ ആരും കായൽമീൻ അധികം കഴിക്കില്ല. അതാണ് ഇതിനൊക്കെ വേറെ ഒട്ടുക. എല്ലാരും കായൽത്തടി കിടക്കാണ്, ആരും കായൽമീൻ അധികം കൂട്ടിയില്ല. പുറം ടൈമിൽ കൂട്ടും. ഗ്രാമിന്റെ കൊള്ളത്തെയാണ് ഇത്. നമുക്ക് മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കണമെങ്കിൽ രാവിലത്തെ ലേലത്തിലാണെങ്കിൽ നമുക്ക് എന്ത് വന്നാലും ഒരു 400 രൂപ വെച്ച് കിട്ടും. നല്ല ഏലത്തിൻ്റെ രീതി പോലെ വയ്ക്കും. പക്ഷേ നമ്മൾ ഈ ഉച്ച കഴിഞ്ഞിട്ട് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇതിന് നമുക്ക് ഇങ്ങനെ അടിച്ചാൽ ഒരു 300 രൂപ 200 രൂപയൊക്കെ കിട്ടുള്ളൂ കിലോ ഈ സൈസ് വെള്ളത്തിന്. ആണ് വിഷ്ണുവിന്റെ അനിയൻ കേട്ടോ. വിഷ്ണു സൈമൺ തപ്പാനെന്ന് അറിയാൻ വേല അല്ലാണ്ടൊന്നുമല്ല. അയ്യോ കൊല്ലിയാ എന്നെ പറയണ പറ എടാ പറയണ എടാ എന്നാണ് ഇനി പറയണ? ആ ഇതിനകത്തിട്ടാ പറ. നീ നോർമലി പറഞ്ഞാൽ ആണോ? ഇവനൊന്നും മിന്നല്ലടാ പിടിച്ചോണ്ട് വന്ന അവിടെ നിന്ന്. ഇത് മീനല്ലേ, ചെളിയല്ലല്ലോ. നമ്മളിപ്പോ പൊക്കത്തിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചെളി ഉൾപ്പെടെ അടിയോടെ നമ്മളിങ്ങോട്ട് വലിച്ചെടുക്കും. ഒരു വലുത് ഇതാടാ അത് പോകൂടാ. കാലും ഇതായിട്ട് വെച്ച് നോക്കിയാൽ ഫോട്ടോ ഇടാം. അല്ല കാലിന്റെ പറ്റില്ല, അങ്ങോട്ട് തിരിച്ചു പോണം. കാല് വെച്ച് അവിടെ കാല് വെച്ച് എനിക്ക് പേടിയാണ്. ഇവൻ വെച്ചോളൂ. നീ എന്നെ ചവിട്ടാൻ വേണ്ടിയാണ് മീനിനെ ചവിട്ടണാണ്. കാലിന്റെ കറക്റ്റ് സൈസാണ് സാധനം. ആ ശരിയാണ് കേട്ടോ, എത്രയുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് എത്ര രൂപ കിട്ടും? ജീവനോടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു 600-800 കിട്ടും. ആണോ ഒരെണ്ണത്തിന്? ജീവനോട് കൊടുത്തു. ചോദിച്ചില്ലേ ചോദിക്കാനും പറയണ എന്നിട്ട് പറയണ. അല്ല വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വലിക്കുന്നു, നിങ്ങൾക്ക് ഈ കാലങ്ങോട്ട് മേലോട്ട് പൊക്കി. ഈ സാധനം അടിയത്തെ വല മണിവല എന്ന് പറയും. മണിവല ചവിട്ടി താത്തിയിട്ടാണ് നമ്മൾ വലിച്ചിട്ടുണ്ട്. അതിന്റെ അളവിനനുസരിച്ച് നമുക്ക് മീനിന്റെ കാര്യങ്ങൾ അളക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പൊ ആളില്ലാത്ത കാരണം സൈഡ് കൊട്ടാൻ ആളില്ല. അത് കാരണം മാത്രമല്ല, സൈഡ് പൊട്ടി വരികയാണെങ്കിൽ മീനെല്ലാം കൂടി കയറി വലയുടെ ചെടിയുള്ള വെള്ളത്തിൽ മാത്രമേ മീൻ നിൽക്കൂ. കറി വെക്കുള്ള സാധനം ഇത് ഒരുമാതിരി വലുതായി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു 7 ഇഞ്ച് 6 ഇഞ്ചൊക്കെ വരും. ഇത് കറി വെക്കൽ വേസ്റ്റ് മീൻ്റെ ഇതിൽ കൊണ്ട സാധനം. അത് വലിച്ചെറിയ കൂട്ടുകാരനെ കണ്ട എന്താ പറയാ, പൊക്കത്തിലെ കളറ് കളയും അങ്ങനത്തെ. പക്ഷെ വരാലിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗുണമുള്ള സാധനം. ഭയങ്കര സെറ്റപ്പ്. നമ്മുടെ വൈഫിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വള്ളത്തിൽ മാത്രമേ കൊടുത്തില്ല, ചോറ് കൊടുത്തില്ല. ഇപ്പൊ കൂടെ കഴിക്കണ്ടേ. വളച്ചോളോടി നീ അടിക്കാൻ ചേട്ടാ ആദ്യമായിട്ട് വളർത്തി കയറുന്നതിന്റെ ഒരു ഇതാണ് കേട്ടോ. അത് വിചാരിക്കുന്നത് അറിയാൻ പാടില്ല വെള്ളത്തിൽ കയറുന്നത്. അലമ്പാണടാ. എല്ലാരും കേട്ടിട്ടുണ്ട്. നീ കിടന്ന് ഇളകാണ്ടിരുന്ന എടാ മറ്റേ ബോട്ടടിച്ചടാ ബോട്ടടിച്ചേ അറിയാം ബോട്ടടിക്കാൻ മലമ്പോട്ടടിച്ചേ. എടാ മലമ്പോട്ടടിച്ചടാ കാണട്ടടാ. അയ്യോ അടിച്ചോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അയ്യോ ചേച്ചി അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രാമീണ മീൻപിടുത്തം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണകളൊന്നും ഇല്ല, ഒന്ന് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഹാപ്പി